ധ്യാൻ ശ്രീനിവാസൻ ആൾക്ക് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കോ? എത്ര പേർക്ക് അറിയുന്ന പോലെ എനിക്കറിയില്ല. ധ്യാൻ ശ്രീനിവാസൻ ബോംബ് യൂണിവേഴ്സ്. ആൻഡ് ഇതില് മെമ്പർഷിപ്പ് എടുക്കാൻ എളുപ്പമാണ്, കുറെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. മലയാളത്തിൽ നിന്ന് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസൻ ആണ്. തമിഴില് ദ വൺ ആൻഡ് ഓൺലി ജി.വി. പ്രകാശ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ബോളിവുഡ് അവിടെ വൻ മത്സരമാണ്. ഇപ്പൊ തൽക്കാലം അർജുൻ കപൂർ ആണ് ഉള്ളത്. ബോലോ സുബാങ് കേസരി അണ്ണൻ കടുത്ത കോമ്പറ്റീഷൻ ആണ് കൊടുക്കുന്നത്. 4-5 പണം പൊട്ടിച്ചിട്ട് ചിലപ്പോൾ അടുത്ത് തന്നെ മെമ്പർഷിപ്പ് എടുക്കും. തെലുങ്ക് എന്നാണ് വെച്ചാൽ രവിതേജ. കന്നഡയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാന്ന് വെച്ചാൽ പറയാം. സോ പറയുന്നത് നമ്മുടെ ജി.വി. പ്രകാശിന്റെ ബ്ലാക്ക് മെയിൽ പറഞ്ഞിട്ടൊരു സിനിമ ഞാൻ കണ്ടു. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ കൂടെ അഭിനയിച്ചിരിക്കുന്നത് ദ ഗ്രേറ്റ് ആക്ടർ ശ്രീകാന്ത്. ശ്രീകാന്ത് കിഡു ആക്ടറാണ്. ആര് ചത്താലും, ആരുടെ കല്യാണം ആണെങ്കിലും, ആര് ജനിച്ചാലും, ഇവൻ ഓസ്കാർ ആൾക്ക് കിട്ടി പറഞ്ഞാലും ഒരേ എക്സ്പ്രഷൻ ആണ് ആളുടെ മുഖത്ത്. അതുകൊണ്ട് വൻ കിഡു പെർഫോമൻസ് ആയിരുന്നു. സോ ജി.വി. പ്രകാശിന്റെ എല്ലാ പടങ്ങളും അറിയാലോ. ധ്യാൻ തമിഴ് വേർഷൻ ഓഫ് ധ്യാൻ തന്നെയാണ്. ബോംബ് ബോംബ് ബോംബ്. ആൾക്ക് കിഡു ആയിട്ട് അറിയുന്ന ഒരു പണിയുണ്ട്. പിന്നെ എന്തിനാണ് സീയടിക്ക് ജി.വി. പ്രകാശ് പറയുണ്ടായിരുന്നു ധനുഷിന്റെ ഇഡ്ലിക്കട ഓഡിയോ ലോഞ്ചിന് എന്തോ ധനുഷിന്റെ ബ്രദർ ആയിട്ട് റായലിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ആളെ ബിട്രേ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്യാതിരുന്നതെന്ന്. ഇജാതി ചവർ എടുത്തിട്ട് നാട്ടുകാർ ഉയരെടുക്കുമ്പോ നിങ്ങൾക്ക് സെന്റിമെന്റ്സ് ഒന്നും ഇല്ല അല്ലെ? സോ ബ്ലാക്ക് മെയിൽ സിനിമയെ പറ്റി പറയണെന്ന് വെച്ചാൽ ഈ ടൈറ്റിലിനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമയാണ്. വരുന്നവനും പോണവന് എല്ലാവരും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. സോ ബ്ലാക്ക് മെയിൽ ചെയ്യണം വെച്ചാൽ അവിടെ ഒരു കുട്ടി വേണം, അല്ലെങ്കിൽ സ്ത്രീ വേണം, എല്ലാവരും വേണമല്ലോ. പറയാം, ഇതിൽ നായകൻ നമ്മുടെ ശ്രീകാന്ത്. നായകന്മാരിൽ ഒരാളായ ശ്രീകാന്ത് വൻ കോടീശ്വരനാണ്. അംബാനിക്ക് തൊട്ട് താഴെ. അത്രയും പൈസക്കാരനായ ആളുടെ മകളെ കിഡ്നാപ്പ് ചെയ്യും. ആരോ വന്ന് കിഡ്നാപ്പ് ചെയ്ത് പോകും. പിന്നെ നമ്മുടെ ജി.വി. പ്രകാശിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഒക്കെയാണ് കാണിക്കുന്നത്. അണ്ണൻ ഒരു ഡെലിവറി പാർട്ട്ണറോ ഡെലിവറി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ആൾക്ക് റൊമാൻസ് പരിപാടിയൊക്കെ ഉണ്ട്. പെട്ടെന്ന് ആളുടെ കാമുകി ഗർഭിണിയാവുന്നു. അപ്പൊ കാമുകി പറയുന്നുണ്ട്, അതായത് നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻകം ഒന്നുമില്ല, എന്തിനാണ് ഈ കൊച്ച്, അങ്ങനെയൊക്കെ പറയുമ്പോ നീ മിണ്ടിപ്പോരുത്, എനിക്ക് കോപം വരുത് എന്ന് എന്തൊക്കെയാ അണ്ണൻ പറയുന്നുണ്ട്. സോ പിന്നെ ബ്ലാക്ക് മെയിലും പരിപാടിയായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കിഡു ആയിരുന്നു. ആക്ച്വലി ദാറ്റ് വാസ് വെരി നൈസ്. ഒരു നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ പിടിച്ച് സാം സിയസിന്റെ അത്യാവശ്യം കൊള്ളാവുന്ന മ്യൂസിക് വർക്ക് ഒക്കെ ആയിരുന്നു. പാട്ടൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഇമോഷണൽ സീൻസ് ഒക്കെ ചവർ ഇട്ടാ. ഇമോഷണൽ സീൻസ് ഒക്കെ വൻ ചവർ സാധനമായിരുന്നു. സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ അപ്പോഴാണ് പടം ധ്യാൻ ശ്രീനിവാസൻ യൂണിവേഴ്സിൽ കയറിയത്. ഒരു സ്ക്രീൻ പ്ലേ മോശം ആയി കഴിഞ്ഞു വെച്ചാൽ സിനിമ എത്രത്തോളം നശിക്കുന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബ്ലാക്ക് മെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയെ കാണിച്ചു കൂട്ടുണ്ട്. ഇവൻ വന്നിട്ട് കുട്ടിയെ തട്ടിക്കൊണ്ടു പോണു. 1 മിനിറ്റ് കഴിയുമ്പോൾ അവന്റെ നിന്ന് വേറൊരുത്തൻ തട്ടിക്കൊണ്ടു പോണു. അടുത്ത മിനിറ്റിൽ വേറൊരുത്തൻ തട്ടിക്കൊണ്ടു പോണു. സാധാരണ തട്ടിക്കൊണ്ടു പോണ കുട്ടിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാവില്ല. കുട്ടി ചിരിച്ച് ഹാപ്പിയാണ്. നിങ്ങൾ ആരോ എന്നെ തട്ടിക്കൊണ്ടു പോയിക്കോ, എനിക്ക് മിഠായിയും പരിപാടിയൊക്കെ മേടിച്ചു തന്നാൽ മതി, ആ ഒരു ആറ്റിറ്റ്യൂഡ്. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങേരെ ശ്രീകാന്തിന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി ശ്രീകാന്തിന്റെ ഭാര്യ തന്നെയാണ് എന്നുള്ള രീതിയിൽ പോണു. ഭാര്യയ്ക്ക് വേറൊരു അവിഹിതം. യൂഷ്വലി എല്ലാ പടത്തിലും കാണാവുന്ന ഒരു പരിപാടിയാണ്. ഒരു കോടീശ്വരന്റെ ഭാര്യയ്ക്ക് മുമ്പ് ഒരു ചവറ കാമുകൻ ഉണ്ടാവും. കാമുകൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവും ഇവരുടെ പ്രൈവറ്റ് പരിപാടിയൊക്കെ. എന്നിട്ട് ഭർത്താവിന്റെ അടുത്ത് പറയും, ഭർത്താവിന് ഇത് കാണിച്ചു കൊടുക്കും. അപ്പൊ പറയും, അയ്യോ എന്റെ ഭർത്താവ് പറഞ്ഞാൽ എനിക്ക് ആത്മഹത്യ ചെയ്യാനേ വഴിയുള്ളൂ. എന്നിട്ട് അവസാനം ഭർത്താവ് അറിയുകയും ചെയ്യും. എന്നാ പിന്നെ ആദ്യം തന്നെ പോയി പറഞ്ഞാൽ പോരെ. സെക്കൻഡ് ഹാഫ് വൻ ശോക പരിപാടിയാണ്. ജി.വി. പ്രകാശിന്റെ ഫൈറ്റ് ഒക്കെ ഉണ്ട്, 1 vs 10 ഒക്കെ. അങ്ങനെ കാണുമ്പോ ചിരിയാണ് വരുന്നത്. ആൻഡ് ഇതിൽ നായികമാരായിട്ട് അഭിനയിച്ച 2 പേരും 2 നിർഗുണ പരബ്രഹ്മങ്ങളാണെന്നേ പറയാനുള്ളൂ. എനിക്ക് ഒട്ടും വർക്കായില്ല. ഫസ്റ്റ് ഹാഫ് വാസ് റിയലി നൈസ് ആൻഡ് സെക്കൻഡ് ഹാഫ് ആക്ടർ വേസ്റ്റ് ആയിട്ടൊരു പടമായിട്ടാണ് തോന്നിയത്. നന്നായി ചെയ്തെന്ന് വെച്ചാൽ നല്ല പടമായി മാറിയേനെ. സ്ക്രീൻ പ്ലേ ഒക്കെ ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കിയെന്ന് വെച്ചാൽ കുറച്ചും കൂടി ത്രില്ല് അടുപ്പിച്ചെന്ന് വെച്ചാൽ പടം നന്നായേനെ. പക്ഷെ ഒന്നും പറയാനില്ല. 1 മണിക്കൂർ 57 മിനിറ്റിന്റെ സിനിമയാണ്. നെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് സ്ട്രീം ചെയ്യുന്നത്. അഭിനയിച്ച ഒരാൾ പോലും നന്നായി പെർഫോം ചെയ്തതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ ചിലർക്ക് ഇത് വൻ പടമായി തോന്നും, കിടു പടമായി തോന്നും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കണ്ട് തീരുമാനിക്കുക. നെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ.